കുടക് ജില്ലയിലും ദക്ഷിണ കന്നഡ മേഖലകളിലും സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. ജില്ലയിലെ നിരോധനാജ്ഞ പിൻവലിച്ചു. കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ജനങ്ങളിൽ നിന്നും ഭീതി അകന്നിട്ടില്ല. സംഘർഷമുണ്ടായ കുടകിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ആളുകൾ എത്താൻ മടിക്കുന്നു. ടിപ്പു ജയന്തിക്കിടെയുണ്ടായ അക്രമം ആസൂത്രിതമാണെന്ന ആരോപണം ശക്തമാണ്. വേണ്ട രീതിയിൽ ഗവൺമെന്റ് ഉത്തരവാദിത്തത്തോടുകൂടി പരിഗണിച്ച് ചെയ്യാത്ത കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായത്. പോലീസിന്റെ കയ്യിൽ നിന്ന് തന്നെ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് സംവിധാനം പൂർണ്ണമായ രീതിയിൽ പരാജയപ്പെട്ടതാണ് ഇങ്ങനെയുള്ള ഒരു സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിച്ചത്. അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരെ പിടികൂടാൻ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. എന്നാൽ മടിക്കേരിയിൽ VHP നേതാവ് മരിച്ച സംഭവത്തിൽ നിരപരാധികളെ പോലീസ് അറസ്റ്റ് ചെയ്തതായും ആരോപണമുണ്ട്. സിദ്ധാപുരത്ത് വെടിയേറ്റ് മരിച്ച ഷാഹുലിന്റെ വീട്ടിൽ കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വർ സന്ദർശനം നടത്തിയിരുന്നു. അക്രമമുണ്ടായാൽ അടിച്ചമർത്തുമെന്നാണ് പോലീസിന്റെ പ്രഖ്യാപനം. എന്നാൽ അത്ര കണ്ട് ഇത് വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറല്ല. കാരണം അവരുടെ അനുഭവം അതാണ്. കർണാടകയിലെ മടിക്കേരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ഷിജിത്ത് കണ്ണോമിനൊപ്പം PL കിരൺ, മീഡിയ 1.